ഹായ് കൂട്ടുകാരെ, അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. ഹസ്ബൻഡ് നാട്ടിൽ വന്ന് തിരിച്ച് പോകുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പം ചേട്ടൻ തിരിച്ച് പോവുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പം നമ്മൾ തിരിച്ച് പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതാണ് ഇത്. അപ്പോൾ ആളിൻ്റെ നല്ല മുഖത്ത് നല്ല സങ്കടമൊക്കെ ഉണ്ട്. തിരിച്ച് പോകുന്നതിൻ്റെ ആ ഒരു സങ്കടമുണ്ട്. എനിക്കും നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോൾ പ്രവാസികളെ ഭാര്യമാരൊക്കെ വരുമ്പോൾ വളരെയധികം സന്തോഷമാണ്. പക്ഷെ അവർ തിരിച്ച് പോകുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റാത്തൊരു ഇതാണ്. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു തിരിച്ചുള്ളൊരു ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന കുറച്ച് വീഡിയോ ഇടാമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഒരു ബാഗും ഒരു പെട്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞ കുറച്ച് പലഹാര ഐറ്റംസുകളാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഞാനും കറമ്പിക്കുട്ടിയും അപ്പും കുട്ടും ചേട്ടനും കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ചേട്ടനെ എയർപോർട്ടിലോട്ട് കൊണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ നല്ല ഡള്ളായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പോകുന്നതിൻ്റെ ആ ഒരിതാണ്. അപ്പോൾ വളരെയധികം ഒരു സങ്കടമാണ് അവർ തിരിച്ച് കയറി പോകുമ്പോൾ. അത് എല്ലാവർക്കും അത്രയ്ക്ക് അറിയാൻ പറ്റത്തില്ല. പ്രവാസികളെ ഭാര്യമാരൊക്കെ നല്ലതുപോലെ അറിയാൻ പറ്റും. ആ ഒരു ദിവസം നമുക്കൊരു വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ പോകുന്ന കാര്യത്തിനൊക്കെ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ സമയം 4:30-ക്കാണ്. അപ്പം നമ്മളവിടെ 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയായിരുന്നു. പിന്നെ ബാഗ് ട്രാഗ് ചെയ്യാനായിട്ട് ബാഗ് കൊടുത്തായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ അത് എടുത്തെറിയപ്പോഴൊക്കെ പൊട്ടും. അപ്പോൾ അത് വെളിയിൽ തന്നെയാണ്. പണ്ട് അകത്തായിരുന്നെന്ന് ചേട്ടൻ പറഞ്ഞു, വെളിയിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിനും 400 രൂപയാണ് റേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് ഇത്രയാണ് റേറ്റ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത്രയാണ് റേറ്റ്, ഇത്ര കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഈ സംഭവം. അപ്പം നമ്മൾ ബാഗിൻ്റെ വെയിറ്റൊക്കെ നോക്കി. ഇപ്പോൾ നോക്കിയപ്പോൾ വെയിറ്റ് വളരെയധികം കുറവാണ് കേട്ടോ. ഒരു 17 കിലോയൊക്കെ ഉള്ളൂ സാധനം. നമ്മൾ വിചാരിച്ച് ഒരു 10-27 കാണുമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ ഒരു ഇഡ്ഡലി കുട്ടകം പാത്രമൊക്കെ വാങ്ങിച്ചായിരുന്നു കൊണ്ടുപോകാനായിട്ട്. അപ്പം അതൊക്കെ വെയിറ്റ് ആയിരിക്കുമെന്ന് കരുതി. എന്നാൽ വെയിറ്റ് കുറഞ്ഞ ചെറുതാണ് വാങ്ങിച്ചത്. എങ്കിൽ പോലും വെയിറ്റ് ഇല്ല. അപ്പം എന്ത് ചെയ്യാം. അപ്പോൾ കുറച്ച് സാധനം കൂടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന ഓട്ടോയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ആ ആൾ വന്നാലല്ലേ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുമോ. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ മതി, ഇനിയിപ്പോൾ പോയി വാങ്ങിക്കാനൊക്കെ പാടല്ലേ, ഉള്ളത് മതി എന്ന് പറഞ്ഞു പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞാലും അവർ കയറിപ്പോയി നമുക്കങ്ങ് കയറി അകത്തോട്ട് പോകുന്ന വരെ നമുക്കൊരു ഇതാണ്, മനസ്സിനൊരു വല്ലാത്തൊരു. കാരണം ഇനിയിപ്പോൾ 2 കൊല്ലമൊക്കെ കഴിഞ്ഞ് ആളിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് അവർ പോകുമ്പോൾ അവരെ കണ്ടാലും നമുക്ക് മതി വരില്ലെന്ന് പറയും കണക്ക് നമ്മൾ എത്തി നോക്കും അവർ അകത്ത് കയറി പോകണവരെ. പിന്നെ തിരിച്ച് വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ പോവാൻ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് തിരിച്ച് വന്നിങ്ങനെ കൈയെടുത്ത് കാണിക്കാറുണ്ട് എല്ലാം ഓക്കെ ആയെന്ന്. ചേട്ടൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പം അകത്തോട്ട് കയറി പോയപ്പം കൈയെടുത്ത് ഇങ്ങനെ കാണിച്ച് നമ്മളെ നോക്കി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.